നമസ്കാരം. ഗ്രീഷ്മ എന്ന പിശാചിൻ്റെ കഥകൾ കേട്ട് ഓരോ മലയാളികളും ഇപ്പോൾ ഞെട്ടിയിരിക്കുകയാണ്. ഇപ്പോഴിതാ ഈ പിശാചിൻ്റെ വാക്കുകൾ കേട്ട് പോലീസുകാർ പോലും തരിച്ചിരുന്നു പോവുകയാണ്. ഷാരോൺ രാജിനെതിരായിട്ടുള്ള ബ്ലാക്ക്മെയിൽ വാദം ഇന്നലെ പോലീസ് തള്ളിയിരുന്നു. ഒരുമിച്ചുണ്ടായപ്പോൾ പകർത്തിയ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഷാരോൺ രാജ് ഗ്രീഷ്മയെ നിരന്തരം ബ്ലാക്ക്മെയിൽ ചെയ്യുകയായിരുന്നുവെന്നും അതിൻ്റെ ഭാഗമായി ഗത്യന്തരമില്ലാതെ സംഭവിച്ച ഒരു കൊലപാതകമായിരുന്നുവെന്നും ഗ്രീഷ്മയുടെ അഭിഭാഷകൻ കോടതിയിൽ ഇന്നലെ വാദിക്കുകയും ചെയ്തിരുന്നു. ഗ്രീഷ്മ നടത്തിയ കൊലപാതകത്തെ അതിനെ ഒരു ജസ്റ്റിഫയബിൾ മർഡറാക്കാനായിരുന്നു പ്രതിഭാഗത്തിൻ്റെ ശ്രമം. ഇതിലൂടെ ഷാരോണിനെ വീണ്ടും കൊല്ലാക്കൊല ചെയ്യുകയായിരുന്നു അവർ. എന്നാൽ വിശദമായിട്ടുള്ള അന്വേഷണത്തിലാകട്ടെ ഒരിക്കൽ പോലും ഇത്തരമൊരു ബ്ലാക്ക്മെയിൽ സ്വഭാവമുള്ള ചിത്രങ്ങൾ അത് പോലീസിനെ സംബന്ധിച്ച് കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല. ഷാരോൺ രാജിൻ്റെ ഫോണും കമ്പ്യൂട്ടറും എല്ലാം തന്നെ വളരെ വിശദമായി പോലീസ് പരിശോധിച്ചിരുന്നു. ഗ്രീഷ്മയുടെ വാട്സപ്പ് അടക്കം പോലീസ് പരിശോധിച്ചിരുന്നു. ഇതിലൊന്നും തന്നെ ഒരു ബ്ലാക്ക്മെയിൽ സ്വഭാവം കണ്ടെത്താൻ സാധിച്ചില്ല. എന്നാൽ പോലീസ് ആകട്ടെ പരിശോധനയിൽ സ്നേഹത്തിൽ പൊതിഞ്ഞ ഈ പിശാചിൻ്റെ ചതി അത് വളരെ വ്യക്തമായി കണ്ടെത്തുകയും ചെയ്തു. എങ്ങനെയും തൂക്കുകയറിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഗ്രീഷ്മയുടെ അവസാന അടവാണ് ഷാരോണിനെ ഒരു സാമൂഹ്യ വിരുദ്ധനായി ചിത്രീകരിക്കുന്ന സംഭവമെന്ന് ഇപ്പോൾ ഇതിലൂടെ വ്യക്തമായിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഈ വാദങ്ങൾക്കെതിരെ കുടുംബം നിയമ നടപടികൾ എടുക്കുന്നത് ആലോചിക്കുന്നുമുണ്ട്. കോടതിയിൽ വിശദമായി തന്നെ വാദമുന്നയിച്ച വിഷയങ്ങളിൽ നിയമ നടപടികൾ സാധ്യമാണോ എന്ന് ഗ്രീഷ്മയുടെ കുടുംബവും പരിശോധിക്കും. തിരുവനന്തപുരം റൂറൽ ജില്ലാ ക്രൈംബ്രാഞ്ച് ആയിരുന്നു കേസ് അന്വേഷിച്ചത്. അന്വേഷണ സംഘത്തിലെ ചില ഉദ്യോഗസ്ഥർ ഗ്രീഷ്മയുടെ വാക്കുകൾ കേട്ട് അന്ന് ഞെട്ടിയിരുന്നു. എന്തിനെ കൊല ചെയ്തുവെന്ന് അന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ചോദിച്ചപ്പോൾ ഈ പിശാച് ചിരിച്ചുകൊണ്ട് യാതൊരു കൂസലുമില്ലാതെയാണ് അതിന് മറുപടി പറഞ്ഞത്. ഷാരോണിനൊപ്പം ജീവിക്കാൻ ഒരു ആഗ്രഹവുമില്ല, ഒഴിവാക്കാൻ പറഞ്ഞിട്ട് ഷാരോൺ പോകുന്നില്ല, പിന്നെ കൊല്ലുകയല്ലാതെ മറ്റു മാർഗമില്ലായിരുന്നു. ശിക്ഷ കിട്ടുമെന്നറിയാം, കൂടിപ്പോയാൽ ജീവപര്യന്തം, അതായത് 14 വർഷം. അപ്പോൾ 38 വയസ്സൊക്കെ ആകുമ്പോൾ ജയിലിൽ നിന്നിറങ്ങാം, ഞാൻ അത് കഴിഞ്ഞ് ജീവിച്ചോളാം. ഇതായിരുന്നു ഗ്രീഷ്മയുടെ മറുപടി. മനോരമയാണ് കഴിഞ്ഞ ദിവസം ഗ്രീഷ്മയുടെ ഈ പഴയ വാക്കുകൾ ഇപ്പോൾ വീണ്ടും ചർച്ചയാക്കി മാറ്റിയത്. ഇതിനൊത്ത വാദങ്ങളാണ് കഴിഞ്ഞ ദിവസം കോടതിയിലും അരങ്ങേറിയത്. കോടതിക്ക് കത്ത് കൈമാറിയതടക്കം വ്യക്തമായിട്ടുള്ള ഒരു പദ്ധതി ഗ്രീഷ്മ ഇതിൻ്റെ ഭാഗമായി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അവസാനഘട്ട വാദപ്രതിവാദങ്ങളിൽ ചൂടുപിടിച്ച കോടതി മുറിയിലാകട്ടെ തൻ്റെ ബിരുദ സർട്ടിഫിക്കറ്റുമായി എത്തി ശിക്ഷാ ഇളവ് തേടിയിരുന്നു ഗ്രീഷ്മ. എല്ലാ അർത്ഥത്തിലും ജീവപര്യന്തം ശിക്ഷ മാത്രമാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ഇതിലൂടെ ഇപ്പോൾ വ്യക്തമാണ്. വധശിക്ഷയോ ഇരട്ട ജീവപര്യന്തമോ കിട്ടാത്ത വിധത്തിലുള്ള വാദങ്ങളാണ് പ്രതിഭാഗം ഇപ്പോൾ അവിടെ ഉയർത്തുന്നത്. പ്രായം കണക്കിലെടുക്കുമ്പോൾ ഗ്രീഷ്മയെ സംബന്ധിച്ച വധശിക്ഷ കിട്ടുമെന്ന് ആരും കരുതുന്നേയില്ല. അപൂർവങ്ങളിൽ അപൂർവമെന്ന പ്രോസിക്യൂഷൻ വാദത്തിൽ കോടതി എടുക്കുന്ന ആ ഒരു നിലപാടായിരിക്കും ഏറെ നിർണായകം. നാളെ തിങ്കളാഴ്ചയാണ് ശിക്ഷാവിധി കോടതി പറയുന്നത്. 24 വയസ്സ് മാത്രമാണ് പ്രായമെന്നും MA ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഡിസ്റ്റിങ്ഷൻ നേടിയ തനിക്ക് തുടർന്ന് ഇനി പഠിക്കണമെന്നും ഗ്രീഷ്മ ജഡ്ജിയോട് നേരിട്ട് അഭ്യർത്ഥിച്ചു. ഷാരോൺ വധക്കേസ് വിചാരണ നടക്കുന്ന നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയാണ് ഈ നാടകീയ രംഗങ്ങൾക്ക് വേദിയായത്. വാദങ്ങൾ കേട്ട അഡീഷണൽ സെഷൻസ് ജഡ്ജ് AM ബഷീർ വിധി പറയുന്നത് നാളത്തേക്ക് മാറ്റുകയായിരുന്നു. പ്രതിക്ക് എന്തെങ്കിലുമൊക്കെ തന്നെ പറയാനുണ്ടോ എന്ന് കോടതി ആരാഞ്ഞപ്പോഴാണ് ഗ്രീഷ്മ തൻ്റെ ഈ സർട്ടിഫിക്കറ്റുകളും മാർക്ക് ലിസ്റ്റുമൊക്കെ ഹാജരാക്കി ഈ ശിക്ഷാ ഇളവിനെ അപേക്ഷിച്ചത്. മാതാപിതാക്കളുടെ ഏക മകളാണ്, തനിക്ക് തുടർന്ന് പഠിക്കണം, തനിക്ക് ക്രിമിനൽ പശ്ചാത്തലമൊന്നുമില്ല, അതിനാൽ നിയമം അനുശാസിക്കുന്നതിൽ ഏറ്റവും കുറഞ്ഞ ശിക്ഷയെ തനിക്ക് നൽകാവൂ എന്ന് ഗ്രീഷ്മ കോടതിയോട് അഭ്യർത്ഥിച്ചു. ഇത്തരമൊരു അഭ്യർത്ഥനയ്ക്ക് പിന്നാലെയാണ് ഷാരോണിനെ കുറ്റപ്പെടുത്തുന്ന പ്രതിഭാഗം വാദം കോടതി മുറിയിൽ അരങ്ങേറിയത്. എന്നാൽ ബ്ലാക്ക്മെയിൽ സ്വഭാവമുള്ള ചിത്രമോ വീഡിയോകളോ ഒന്നും തന്നെ അവർക്ക് ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ ഒരു വിഷയമുണ്ടെങ്കിൽ അതിന് തെളിവ് വേണ്ടേ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഷാരോണിനെ സ്നേഹിക്കുന്നവർ മലയാളികളെല്ലാം തന്നെ ചോദിക്കുന്നത്. ഒരുമിച്ചുണ്ടായപ്പോൾ പകർത്തിയ ചിത്രങ്ങളും വീഡിയോകളും ഉപയോഗിച്ച് ഷാരോൺ രാജ് ഗ്രീഷ്മയെ നിരന്തരം ബ്ലാക്ക്മെയിൽ ചെയ്യുകയായിരുന്നുവെന്നും ഗത്യന്തരമില്ലാതെ സംഭവിച്ച കൊലപാതകമായിരുന്നുവെന്നും പ്രതിഭാഗം വക്കീൽ വാദിക്കുകയാണ്. പല ഡിവൈസുകളിലായി ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ ദൃശ്യങ്ങളൊക്കെ ഷാരോൺ സൂക്ഷിച്ചിരുന്നുവെന്നും ഷാരോൺ ഗ്രീഷ്മയുടെ ജീവിതത്തെ ആകെ ബാധിക്കും വിധം ബ്ലാക്ക്മെയിൽ ചെയ്യുകയായിരുന്നുവെന്നും അതുകൊണ്ട് ഗത്യന്തരമില്ലാതെ ആത്മഹത്യ ചെയ്യാനാണ് പിന്നീട് ആദ്യം ഗ്രീഷ്മ ശ്രമിച്ചതെന്നും സാമൂഹ്യവിരുദ്ധ പെരുമാറ്റമുള്ള ഷാരോൺ ഗ്രീഷ്മയെ മർദ്ദിക്കുകയും ചെയ്തിരുന്നുവെന്നാണ് പ്രതിഭാഗം കോടതിയിൽ വാദിച്ചത്. ഏതായാലും ഗ്രീഷ്മയുടെ വിധി നാളെ അറിയാം. എല്ലാ ദിവസവും
വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. Please subscribe our channel.